ഗായ്സ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വ്ളോഗ് ഞാൻ അൺപ്ലാൻഡ് ആയിട്ട് എടുത്ത ഒരു വ്ളോഗാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ പുറത്തു പോയതാണ്. നമ്മൾ ആദ്യം കയറിയ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു ആൻഡ് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒന്നും സാധനങ്ങളൊന്നും കണ്ടില്ല. സോ അവിടുത്തെ ആൻറ്റി തന്നെ പറഞ്ഞു അവിടെ ക്രിസ്മസ് റിലേറ്റഡ് സാധനങ്ങൾ കുറവായതുകൊണ്ട് നിങ്ങൾ ചാലൈ മാർക്കറ്റിൽ പോകുന്നതായിരിക്കും ബെറ്റർ. സോ നമ്മൾ ചാലൈ മാർക്കറ്റിലേക്ക് പോവാണ്. അങ്ങനെ ലുലുമാൾ എത്തി. എന്തായാലും ലുലുമാളിൻ്റെ ഒരു വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലൈമറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം റെയിനി ഡേ ആണെങ്കിൽ അടുത്ത ദിവസം സണ്ണി ഡേ. സോ ഇന്നൊരു സണ്ണി ഡേ ആണ്. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് പുറത്ത്. സോ നമ്മളൊരു കാർ പാർക്കിംഗ് ഏരിയ കണ്ടെത്തി അവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാലൈ മാർക്കറ്റിൽ വന്നപ്പോൾ ഇവിടെ കാർ പാർക്കിംഗ് സ്പേസ് അൺഅവൈലബിൾ ആയിരുന്നു. സോ ഞങ്ങൾ കാർ ഈസ്റ്റ് ഫോർട്ടിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചാലൈ മാർക്കറ്റിലേക്ക് നടന്നു വന്നത്. ഇപ്രാവശ്യം നമുക്കിവിടെ പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആയിരുന്നു. സോ നമ്മൾ അത് കഴിഞ്ഞ് ചാലൈ മാർക്കറ്റിലേക്ക് വീണ്ടും നടന്നു പോവുകയാണ്. ആക്ച്വലി ഞാൻ ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി എടുക്കുന്ന ഒരു വ്ളോഗ് ആയതുകൊണ്ട് എനിക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വ്ളോഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഷോർട്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അത് വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആക്ച്വലി വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാം എന്ന് മാത്രമുള്ള ഒരു തോട്ടിലാണ് നമ്മൾ ഇറങ്ങിയത്. ആൻഡ് അവിടെ ഈ ഐറ്റംസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ എത്തി. ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ നേരത്തെ ബ്രോഡ്വേയിലൊക്കെ പോയിട്ടുണ്ട്. എറണാകുളം ബ്രോഡ്വേയിൽ പോയിട്ടുണ്ട്. സോ കൊച്ചിയിലോട്ട് പോകുമ്പോഴത്തേനും അവിടെ കുറച്ചുകൂടി ഷോപ്സും കുറച്ചുകൂടി ഡെക്കറൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇവിടെ ചാലൈ മാർക്കറ്റിൽ ആ ഒരു ക്രിസ്മസ് വൈബ് എനിക്ക് കിട്ടിയില്ല. സോ ഏതോ ഒരു കടയിൽ നമ്മൾ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ക്രിസ്മസ് ബോൾസും ഒക്കെ. അതാണ് നിങ്ങൾ ഈ ഷോർട്സിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നല്ല റീസണബിൾ പ്രൈസിലാണ് എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തത്. പല ഷോപ്സിൽ പല റേറ്റാണ് അവർ പറയുന്നത്. നമ്മൾ ഷോപ്പിൽ റേറ്റ് കുറച്ച് ഉള്ള സാധനങ്ങൾക്ക് പോലും അവർ ആളുകൾ ചെല്ലുമ്പോഴത്തേക്കും വളരെ റേറ്റ് കൂട്ടി പറയുന്ന ഒരവസ്ഥ വരെ ഇവിടെയുണ്ട്. അത് ഇവിടെ എന്നല്ല, ഏതൊരു ഷോപ്പിൽ ചെന്നാലും എല്ലാ ഷോപ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ബട്ട് ഈ ഷോപ്പിൽ എനിക്ക് കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ് റീസണബിളായിട്ട് തോന്നി. ആൻഡ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാണ്. സോ അവിടുന്ന് വാങ്ങിച്ച ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. സോ കുറച്ചധികം കാര്യങ്ങൾ നമുക്കിനിയും ക്രിസ്മസിന് വേണ്ടി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. ഇത് നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്രിസ്മസ് നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിൽ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ആൻഡ് അത് നമ്മൾ മറന്നു പോയതാണ്. സോ അതും ഇനിയും ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ വാങ്ങണം. ആൻഡ് നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാണ് നമ്മളിത് ആലോചിച്ചത്. ആൻഡ് ട്രിവാൻഡ്രത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രിവാൻഡ്രത്തെ ആ ഒരു ട്രാഫിക്കിൻ്റെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ. നല്ല ട്രാഫിക്കായിരുന്നു. അങ്ങനെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരു ബസ് കിടക്കുന്നു. സോ എനിക്കതെടുക്കാൻ പറ്റിയില്ല. ആൻഡ് ഞാൻ ആദ്യം പഴവങ്ങാടി ടെമ്പിളിൻ്റെ ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് അതും ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ സ്കൈ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഞാനത് പല തവണ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ തവണ എനിക്ക് ആ ഷോട്ട് കിട്ടി. ബട്ട് ഒരു ഓട്ടോ വന്നു, കുഴപ്പമില്ല. എങ്കിലും ഞാൻ ആ ഷോട്ട് എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസിന് വേണ്ട ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയത്. സോ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്ത് എടുത്ത ഒരു വ്ളോഗ് അല്ല. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.